everyone, welcome to Kids Area Online. Class 4 Maths exam കഴിഞ്ഞിരിക്കുകയാണ്. ഈസി അല്ലേ? ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു അല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ആഡ് ആൻഡ് ഡ്രോ മാച്ച് ദ ഫോളോയിങ്. ഇത് ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, റെക്ടാങ്കുലർ ബ്ലോക്ക്, സ്ഫിയർ, കോൺ, സ്ക്വയർ ബ്ലോക്ക്. വേഗത്തിൽ എങ്ങനെയാ നിങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. റെക്ടാങ്കുലർ ബ്ലോക്ക് എങ്ങനെയായിരുന്നു? ഇതായിരുന്നു റെക്ടാങ്കുലർ ബ്ലോക്ക്. സ്ഫിയർ ഏതായിരുന്നു? ഇതായിരുന്നു സ്ഫിയർ. റെക്ടാങ്കുലർ ചതുരക്കട്ട, സ്ഫിയർ ഗോളം. കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക. ഓക്കെ, സ്ക്വയർ ബ്ലോക്ക് സമചതുരക്കട്ട. ഇതായിരുന്നു. ഇത് ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എല്ലാവരും ചെയ്തില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Complete the table. Given below are some assume peculiarities of rectangle and square. Complete the list. ഇതും ടീച്ചർ ഇന്നലെ പറഞ്ഞായിരുന്നു. റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് 4 sides, it has 4 corners. സ്ക്വയറിനും ഇറ്റ് ഹാസ് 4 sides, it has 4 corners. പിന്നെ എന്താണ് വ്യത്യാസം? ഇവിടെ റെക്ടാങ്കിളിൽ എന്താണ് വ്യത്യാസം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് എതിർവശങ്ങൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യം. ഓക്കെ, സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ വശങ്ങൾക്കും ഒരേ നീളമാണ്. ഓക്കെ, ഇതായിരുന്നു ആൻസർ. അടുത്ത സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് പിക്ചേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് എ സ്ക്വയർ? ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. ശരിയായിട്ടുള്ളതിന് നേരെ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇതിൽ ഏതാണെന്ന് സ്ക്വയർ? ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ വരുന്നതാണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും. ഇവിടെ 1 2 3 4 5 നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 1 2 3 4 5 സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 1 2 3 4 5 സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 1 2 3 4 5 6 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാം. ഈ ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്വയർ ഉണ്ടാക്കാം. അപ്പൊ ഇതായിരുന്നു ശരി ഉത്തരം. സി ക്വസ്റ്റ്യൻ ആയിരുന്നു ശരി ഉത്തരം. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ, ഇനി ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ ഇൻ നമ്പേഴ്സ് ഇൻ ലെറ്റേഴ്സ്. നമ്പേഴ്സിലും ലെറ്റേഴ്സിലും പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്പേഴ്സിലും ലെറ്ററിലും ഒരെണ്ണം നൽകിയിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതാം. 1000 വരുന്നത് ഏതാണ്? 8000. അപ്പൊ എന്ത് ചെയ്യുക? 8000 എഴുതുക. 700 എന്ത് ചെയ്യുക? എഴുതുക. 1000ന്റെ എഴുതി, 700ന്റെ എഴുതി. അടുത്തെന്താ വരിക? 10 ആണ്. ടെൻസ് ഇല്ല. അപ്പൊ 10 എഴുതാത്തത് കൊണ്ട് അവിടെ ഒരു 0 കൊടുക്കുക. പിന്നെ 5, 1ന്റെ സ്ഥലത്ത് 5. 8705. ഇതാണ് ശരി ഉത്തരം. ഓക്കെ, ഇതെല്ലാവരും എഴുതിയല്ലോ? എഴുതിയില്ലേ? യെസ്. ഇനി ഇതെങ്ങനെയാ നിങ്ങൾ എഴുതുക? ഇതെങ്ങനെയാ എഴുതുക? മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ ഈ 1000ന്റെ സ്ഥലത്ത് കിടക്കുന്നതിന് 9000 എന്ന് പറയും. ഈ 100ന്റെ സ്ഥലത്ത് കിടക്കുന്നതിന് 900 എന്ന് പറയും. ഓക്കെ, ഇത് 9000, ഇത് 900. 9999. അങ്ങനെയാണ് മലയാളം മീഡിയം കുട്ടികൾക്ക്. ആദ്യത്തേതിന് 9000, 900, 900,
തൊണ്ണൂറ്റി 9. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു? 9,900. ലാസ്റ്റ് രണ്ടക്കവും ഒരുമിച്ച് പറയണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു ഇന്നലെ. ആൻഡ് 900 അല്ലെങ്കിൽ 999. ഓക്കെ, ഇതായിരുന്നു എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Which is the largest 4-digit number that can be formed using the cards? ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഏറ്റവും വലിയ നമ്പർ എടുക്കുക. അപ്പോൾ ഏതാണ് ഏറ്റവും വലുത്? 9. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും വലുത് എടുക്കുക. 4 എഴുതി. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും വലുത് എടുക്കുക. 2. ഓക്കെ, ഇനി അടുത്ത് 0. ഇതാണ് ഏറ്റവും വലിയ നമ്പർ. 9,420. 9,420. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കാം. Which is the smallest 4-digit number that can be formed using the above cards? സ്മോളസ്റ്റ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 2094. ഇത്രയാണ് നൽകിയിട്ടുള്ളത്. 2094 കൂടെ എഴുതാം. 2094 ആണ് കാർഡ്സ്. ഏറ്റവും ചെറിയ നമ്പർ ഉണ്ടാക്കാൻ, ചെറിയ 4 ഡിജിറ്റ് ആണ് കേട്ടോ, സ്മോളസ്റ്റ് 4 ഡിജിറ്റ്. അപ്പോൾ ഏറ്റവും ചെറുത് 0 ആണ്. പക്ഷെ 0 എഴുതി കഴിഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനേക്കാളും തൊട്ടടുത്ത നമ്പർ എടുക്കുക. 2 എടുക്കുക. 2 എടുത്തു. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും ചെറുത് എടുക്കുക. 0. ഇനി അടുത്ത ഏറ്റവും ചെറുതെടുക്കുക. ഏറ്റവും ചെറുത് ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 4 എടുക്കുക. ഇനി അടുത്ത് ഉള്ളത് 9. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഓക്കെ, ഇപ്പൊ എല്ലാവരും എഴുതിയല്ലോ, ആൻസർ എഴുതിയല്ലോ. ഡി ക്വസ്റ്റ്യൻ. ടിക്ക് അഗൈൻസ്റ്റ് 9,080. ഇത് 980 ആണ്. അപ്പോൾ ഇതല്ല, ഇത് 90,000 ആണ്. ഇവിടെ 9 lakh ആണ്. അപ്പോൾ ഇതും പറ്റത്തില്ല. 9,080 ഇതാണ്. ഓക്കെ, 9,000. ഇത് ഇത്രയും 9,000 എന്ന് പറയും. പിന്നെ ടീച്ചർ പറഞ്ഞു അവസാനത്തെ രണ്ട് ഒരുമിച്ച് പറയണം. 80. ഓക്കെ, ഡി ആണ് ശരി ഉത്തരം. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3 നോക്കാം. നമ്പർ ബട്ടർഫ്ലൈ. കംപ്ലീറ്റ് ദ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. 17,450, 17,550, 17,650, 17,750, 17,850. ഓക്കെ, ഇതാണ് ഈ ആൻസർ. 4,200, 4,700, 5,200. അപ്പോൾ ഇവിടെ എത്ര കൂട്ടി പോകുന്നു? 200നോട് 700 വരണമെങ്കിൽ 300, 400, 500, 600, 700. ഇവിടെ 500 കൂട്ടി, ഇവിടെ 500 കൂട്ടി, വീണ്ടും 500 കൂട്ടുമ്പോൾ എത്ര വരും? 5,700. വീണ്ടും ഇവിടെ കൂട്ടുമ്പോൾ എന്ത് വരും? 6,200. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആൻസർ. ആക്ടിവിറ്റി 3യിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബട്ടർഫ്ലൈയുടെ ഇത് ഫില്ല് ചെയ്യുക. മിസ്സിംഗ് നമ്പർ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. 1000ഉം 1ഉം. ഇവിടെ ഇതാണ് സംഖ്യ. അപ്പോൾ 1000, 9,000. ബാക്കിയെല്ലാം എന്തായിരിക്കും? വൺസ് ആണ്. അപ്പോൾ ബാക്കിയെല്ലാം വൺസ് ആയിരിക്കും. 875 വൺസ്. ഇനി ഇവിടെ നോക്കാം. 1000, 9,000, 100, 800 ടെൻസ്, 75. അടുത്തത് നോക്കാം. ടെൻസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ടെൻസിന്റെ സ്ഥലത്ത് 7 ആണുള്ളത് അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് എന്ന് പറയുന്നത്. അതുവരെയുള്ളത് ടെൻസ് എന്ന് പറഞ്ഞെടുക്കണം. മനസ്സിലായോ? 987 ടെൻസ്, 5 വൺസ്. ഇനി ഇവിടെ 1000 എന്ന് പറയുന്നത് 9,800. ടെൻസ് ഇല്ല, വൺസ് ആണ്. അപ്പോൾ ബാക്കിയെല്ലാം വൺസ് ആയിട്ട് എടുക്കണം. 75 വൺസ്. മനസ്സിലായോ? എല്ലാവരും ശരിയായിട്ട് എഴുതിയില്ലേ? യെസ്. ഇനി ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ. മാർക്ക് ടിക്ക് against the correct statement related to the largest 4-digit number and the smallest 5-digit number. Largest 4-digit number എന്ന് പറയുമ്പോൾ 9,999. Smallest 5-digit number 100.
0 0 0 0. ഇതിന്റെ പ്രത്യേകത 1 ലെസ് ദാൻ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഒന്ന് കുറവാണിത്. ശരിയാണോ? തെറ്റാണ്. 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഈ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. യെസ്, ശരിയാണ്. ഇതാണ് ശരി ഉത്തരം. ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ബി ആയിരുന്നു ശരി ഉത്തരം കേട്ടോ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ ഒന്ന് കൂടുതലാണ്. അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 4. 4A ഉണ്ട്, 4B ഉണ്ട്. 4A നമുക്ക് എഴുതാം. Given below is the amount spent when the students of class 4 went for a field trip. ഫീൽഡ് ട്രിപ്പിന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ പോയപ്പോൾ ഉണ്ടായ ചെലവായ കണക്കുകളാണ്. ട്രാവൽ ഫെയർ ആയിട്ട് 5,000 വേണ്ടി വന്നു. ട്രാവൽ ഫെയർ ആയിട്ട് 5,000. ഫുഡിന് 2,000. എൻട്രി ഫീസിന് 1,500. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ ഫീൽഡ് ട്രിപ്പ്? എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 5,000 പ്ലസ് 2,000 പ്ലസ് 1,500. ആൻസർ എന്താ കിട്ടുക? 8,500. 8,500 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 8,500. അടുത്ത ബി ക്വസ്റ്റ്യൻ. ഡ്രോ ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ അബാക്കസ്. അബാക്കസിൽ അത് വരയ്ക്കുക. 8,500 അബാക്കസിൽ വരയ്ക്കുക. അപ്പോൾ 1000ന്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം? 8 എണ്ണം. 1 2 3 4 5 6 7 8. 500ന്റെ സ്ഥലത്ത് എത്ര എണ്ണം? 5 എണ്ണം. 1 2 3 4 5. ടെൻസിന്റെ സ്ഥലത്ത് എത്രയാണ്? 0 വരയ്ക്കേണ്ട. വൺസിന്റെ സ്ഥലത്തോ 0 വരയ്ക്കേണ്ട. അപ്പൊ ഇതാണ് ആൻസർ. C question. The entry fee was paid as 500 and 100 rupee note. 100 rupees notes. Write the number of notes used. അപ്പോൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു 1,500 ആണ്. അപ്പോൾ 1,500 ആവാൻ 500ന്റെ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എത്രയായി? 1,000. അടുത്ത് 100ന്റെ 5 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? 500 ആയി. അപ്പോൾ 500ന്റെ 2 എണ്ണം 500 അപ്പോൾ 1,000 ആയി. ഇനി 100ന്റെ 5 എണ്ണം അപ്പോൾ എത്രയായി? 1,500. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,500 കിട്ടും. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആൻസർ വേറെ എഴുതിയിട്ടുണ്ടാവും. ശരിയായിട്ട് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ടാവാം. ഓക്കെ, ഇനി അതിൽ ഡി ക്വസ്റ്റ്യൻ ഉണ്ട്. ടിക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. ഇതിൽ ടിക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുക. 500 rupees is 2,500 rupees. ശരിയാണ്. 5 നൂറുകൾ ചേർന്നാൽ 5 അഞ്ഞൂറുകൾ ചേർന്നാൽ 2,500 ആയി. 5 അഞ്ഞൂറുകൾ ചേർന്നാൽ 2,500 രൂപയായി. 3,500 rupees and 500 rupees is 2,500. തെറ്റ്. 4,500 rupees. 4,500 എന്ന് പറയുമ്പോൾ 2,000 ആയി. 500 rupees അപ്പോൾ 500 ആയി. ടോട്ടൽ 2,500. യെസ്, ഇത് ശരിയാണ്. അപ്പോൾ എയും സിയും ആണ് ശരി. അപ്പോൾ ഇതിൽ ഇതാണ് ശരി. സി ക്വസ്റ്റ്യനിൽ സിയിൽ ഈ എയും എ ആൻഡ് സി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ശരി ഉത്തരം രണ്ടാമത്തേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4B മാത്സ് ഫെയർ. Given below are the amount spent for school maths fair. School maths fair ni ചെലവായ amount. Foam board 4,500 rupees. Sticker paper 2,000. Other materials 3,000. What is the total amount spent for maths fair? Maths fair ni total എത്ര രൂപയായി? എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 4,500 plus 2,000 plus 3,000. അപ്പോൾ എത്രയാകും? ടോട്ടൽ എത്രയാ വരിക? 9,500 ആണ് ടോട്ടൽ. ഓക്കെ, 9,500 ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അത് അബാക്കസിൽ വരയ്ക്കണം. 9,000 അപ്പോൾ 1000 സ്ഥലത്ത് 9. 1 2 3 4 5 6 7 8 9. 100ന്റെ സ്ഥലത്ത് 5. 1 2 3 4 5. ടെൻസിലൊന്നുമില്ല, 0 ആണ്. വൺസിലും 0. ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ മാർക്ക് ടിക്ക് ഓൺ ദ കറക്റ്റ് ഓൺ ഗിവൺ ബിലോ.
ഇതിൽ ശരിയായിട്ടുള്ളതിന് നേരെ ഇതിൽ ശരിയായിട്ടുള്ളതിന് ടിക്ക് കൊടുക്കുക. എ എന്ന് പറയുന്നത് എ സ്റ്റേറ്റ്മെന്റ് 95 rupees makes 4500. 95 rupees. 95 rupees എന്ന് പറയുമ്പോൾ 45 ആവത്തുള്ളൂ. അപ്പോൾ അത് തെറ്റ്. ഡി ക്വസ്റ്റ്യൻ നോക്കാം. The vehicle fare for bringing the materials was rupees 1100, 200 and 100 rupees notes were given for this. Write the number of notes. Okay, ഇവിടെ 1100 ആണുള്ളത്. അവർ കൊടുത്തത് 200ന്റെ റുപ്പീസ് കൊടുത്തു, 100ന്റെ റുപ്പീസ് കൊടുത്തു. 200 റുപ്പീസിന്റെ 5 എണ്ണം കൊടുത്താൽ എത്രയായി? 1000 ആയി. ഇനി 100ന്റെ 1 കൊടുത്താൽ എന്തായി? 1500. അപ്പോൾ 200ന്റെ എത്ര എണ്ണം കൊടുക്കാം? 200ന്റെ 5 എണ്ണം കൊടുത്താൽ 1000 വരും. 100ന്റെ ഒരെണ്ണം കൊടുത്താലും മതി. അപ്പോൾ 1100 ആവാൻ വേണ്ടി 200ന്റെ 5 നോട്ടും 100ന്റെ 1 നോട്ടും കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇനിയും എഴുതാം. 100ന്റെ അത് കൂടുതൽ എണ്ണമാക്കി നിങ്ങൾ ഓരോരുത്തരും ഇത് നമുക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ ആൻസർ ആക്കി കിട്ടുക. ഈ ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5A admission number. The admission number given to the last student who joined the school last year was 1590. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ജോയിൻ ചെയ്ത കുട്ടിക്ക് കൊടുത്ത നമ്പർ 1590 ആണ്. റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിഫോർ ആൻഡ് ആഫ്റ്റർ 1590. 1590 മുമ്പ് 1589. ശേഷം ഏതാ വരിക? 1591. If the admission number is given to 25 new students who joined this year, what will be the last admission number? ഓക്കെ, അപ്പോൾ 1590 പിള്ളേരാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിനോട് 25 കൂടെ ആഡ് ചെയ്യും. 25 കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര കുട്ടികളാവുക? 1615 ആവും കേട്ടോ. What will be the admission number of the 10th child who got the admission year against the correct one given below? 1590 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. 10 പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ കുട്ടിക്ക് അഡ്മിഷൻ നമ്പർ ഏതായിരിക്കും? 1600 ആയിരിക്കും. 10ാമത്തെ കുട്ടിക്ക് 1600 ആയിരിക്കും അഡ്മിഷൻ നമ്പർ വരിക. കംപ്ലീറ്റ് ദ പാറ്റേൺ. 1100, 1150, 1250, 1400, 1600. ഇവിടെ 50 കൂട്ടിയിരിക്കുന്നു, ഇവിടെ 100 കൂട്ടിയിരിക്കുന്നു, ഇവിടെ 150 കൂട്ടിയിരിക്കുന്നു, ഇവിടെ 200 കൂട്ടിയിരിക്കുന്നു. അടുത്ത നമ്മൾ 250 കൂട്ടിയാൽ മതി. 1750. ഓക്കെ, 700 അല്ല 250 അല്ലേ കൂട്ടിയാണ്. അപ്പോൾ 1850. ഇവിടെ 250 ആണ് നമ്മൾ കൂട്ടുക. 1600നോട് 250 കൂട്ടുമ്പോൾ 1850. 1850. ഓക്കെ, ഇതാണ് ശരി ഉത്തരം. 5B നോക്കാം. 5B ഉണ്ട്. ഇതിലെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. 5B എന്ന് പറയുന്നത് the passbook issued to children who joined school savings scheme were given continuous amount numbers. Manu's account number is 1350 and Saji's account number is 1369. Write the numbers which come before and after 1369. 1369 number 1368. 1369 കഴിഞ്ഞാൽ 70. How many children joined the school savings scheme from Manu to Saji? Manu മുതൽ സജി വരെ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു? 1369 നിന്ന് 1350 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 19 കിട്ടും. അതിനോട് 1 കൂട്ടുക. ആൻസർ ഈസ് 20. കാരണം ആര് മുതലാണ്? ഇത് മുതൽ ഇതുവരെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചിട്ട് ഒരെണ്ണം കൂട്ടണം. അപ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടുക. ഒരാൾ ഇവിടെ നഷ്ടമാവുന്നുണ്ട്. നമ്മൾ കുറയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരാൾ നഷ്ടമാവുന്നുണ്ട്. പക്ഷേ ആ ആളിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് 1 കൂട്ടിയിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 20 ആണ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 20. സി ക്വസ്റ്റ്യൻ നോക്കാം. The account number of the 10th child starting from 1050 is given below. Against the mark against the correct. 1350 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 10ാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് 3350 ആണ്. രണ്ടാമത്തെ കുട്ടിക്ക് 3551. അങ്ങനെ വരുമ്പോൾ 10ാമത്തെ കുട്ടിക്ക് 1359. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. 1359.
ഓക്കെ, അടുത്ത ഡി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ. 4270, 4470. അടുത്തിവിടെ നോക്കിയേ, 200 ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 4670. ഇവിടെ 270, 470, 670. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അപ്പോൾ ഇതായിരുന്നു 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.